നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാഡ്രിഡും ബെൻഫിക്കയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. രാത്രി ഇന്ത്യൻ സമയം 1:30 ആ കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ ബെൻഫിക്കയുടെ കോച്ച് ഹോസെ മൊറീഞ്ഞോ മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ. റയൽ മാഡ്രിഡിൻ്റെ മുൻ കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സാബി അലോൺസോയെ റയൽ മാഡ്രിഡ് സാക്ക് ചെയ്തത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയോ? മൊറീഞ്ഞോയുടെ മറുപടി നോക്കണം. നത്തിങ് സർപ്രൈസസ് മീ ഇൻ ഫുട്ബോൾ. ഫുട്ബോളിലൊന്നും എന്നെ അത്ഭുതപ്പെടുത്തില്ല. എന്നിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയുകയാണ്, സാബി ഈസ് അനദർ വൺ ഓഫ് മൈ ബോയ്സ്. ആൽവരോ ആർബിലോയെക്കുറിച്ച് ഈസ് മൈ ബോയ് എന്ന് പറഞ്ഞ ഹോസെ മൊറീഞ്ഞോ പറയുകയാണ്, സാബിയും എൻ്റെ പയ്യന്മാരിലൊരാളാണ്. അവനെക്കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അവൻ്റെ ടീമിനെതിരെ മുമ്പ് എൻ്റെ ടീം പരിശീലിപ്പിച്ച് ഞാൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് വലിയ ത്രില്ലുണ്ടായിരുന്നു. അതുപോലെ നാളെ, അത് ഇന്നലെ പറയുകയാണിത്, നാളെ അതേ ത്രില്ല് എനിക്കുണ്ട് ആൽവാരോക്കെതിരെ ടീമിനെ ഇറക്കുമ്പോൾ. ലെവർക്യൂസണിൽ സാബി ചെയ്തത് വലിയ രൂപത്തിൽ എന്നെ സന്തോഷിപ്പിച്ച കാര്യമാണ്. റയൽ മാഡ്രിഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ താല്പര്യവാനല്ല, ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല. കാരണം എന്താണെന്നറിയോ, ഫുട്ബോളിൽ എന്തും സംഭവിക്കാം. നത്തിങ് സർപ്രൈസസ് മീ ഇൻ ഫുട്ബോൾ. എനിക്കുറപ്പുണ്ട് അവൻ്റെ കരിയർ ഇനി ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് പോകും. തീർച്ചയായിട്ടും അവൻ വളരെ ഹാപ്പി ആയിരിക്കും. അവനൊരു ഗ്രേറ്റ് കോച്ചാണ് എന്നുകൂടി ഇപ്പോൾ സാബി അലോൺസോയെക്കുറിച്ച് ഹോസെ മൊറീഞ്ഞോ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, സാബി അലോൺസോയുടെ കീഴിൽ റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്ന സമയത്ത് ഈ എവേ മത്സരങ്ങൾക്ക് പോകുമ്പോൾ സ്വന്തം മൈതാനത്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നേരെ പോയി അവിടെ പോയി കളിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ പക്ഷേ ആർബിലോവ പഴയ രൂപത്തിലേക്ക് തന്നെ മാറ്റി. തലേ ദിവസം പോകുന്നു, എന്നിട്ട് അവിടെ പോയി ഏത് ഗ്രൗണ്ടിലാണോ കളിക്കേണ്ടത് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു, എന്നിട്ട് ആ ഗ്രൗണ്ടിൽ കളിക്കുന്നു. അപ്പോൾ സാബി തുടർന്ന് വന്നിരുന്ന ആ രീതി ആർബിലോവ മാറ്റി. അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കും. അദ്ദേഹം പറയുന്നു, ചേഞ്ചിങ് ബാക്ക് ടു ട്രെയിനിങ് എവേ ബിഫോർ എ ഗെയിം ഇൻസ്റ്റെഡ് ഓഫ് വാൽഡെബാസ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും വർക്ക് ചെയ്യുന്നതാണ്. അതായത് വാൽഡെബാസിൽ ട്രെയിനിങ് നടത്തിയിട്ട് നേരെ പോയി എവേ മത്സരം കളിക്കുന്നതും, വാൽഡെബാസിൽ അവസാന ദിവസം ട്രെയിനിങ് നടത്താതെ നമ്മൾ അവിടെ എവേ ഗ്രൗണ്ടിൽ പോയിട്ട് ട്രെയിനിങ് നടത്തുന്നതും രണ്ടും വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഐ തിങ്ക് ബോത്ത് ഐഡിയാസ് വർക്ക്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ എവേ ഗ്രൗണ്ടിൽ പോയി ട്രെയിനിങ് നടത്തിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഏത് ഗ്രൗണ്ടിലാണ് കളിക്കാൻ പോകുന്നത്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് താരങ്ങൾക്ക് മനസ്സിലാക്കാൻ അതൊരു അവസരമാകും എന്നതാണ് ഞാൻ കരുതുന്നത് എന്നുകൂടി ആർബിലോവ പറഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.